ഹായ് നമസ്കാരം. നമ്മുടെ ഓണം ഇങ്ങോട്ട് അടുത്ത് വന്നു. മലയാളിക്ക് വാഴയില ഇല്ലാതെ ഓണം എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വാഴയിലക്ക് ഇപ്പോൾ മുട്ടിഞ്ഞ വിലയാകട്ടോ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിൽ ചെന്നാലും എല്ലാം മേടിക്കണമെങ്കിൽ നമ്മൾ തെണ്ടിപ്പോവും. ഈ വാഴയിലയുടെ അടി കയറി ഞാൻ മഴ നനയാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീര വാഴയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, കല്ലുവാഴ. ഈ കല്ലുവാഴയ്ക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര മെഡിസിനൽ വാല്യൂസ് ഉണ്ട്, ഈ ഒരു വാഴ ഫ്രൂട്ടിനുള്ളത്. അതിനേക്കാൾ ഉപരി ഇതിന് വാഴയില എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു വാഴയിലയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈയുടെ നീളം എന്ന് പറയുന്നത് ഒരു 6-7 അടി, 7 അടി എന്നല്ല 8 അടിക്ക് മുകളിൽ വരും, നല്ല രീതിയിൽ വളമൊക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഈ കല്ലുവാഴ മിക്കവരും ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് നട്ടു വളർത്തുന്നത്. എന്നാൽ ഇവൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല വ്യാവസായിക പ്രാധാന്യമുള്ളതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഊണ് കഴിക്കാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇല ഉപയോഗിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു പുതിയ അറിവായിരുന്നു. മിക്കവർക്കും അത് അതിനെപ്പറ്റി അറിയില്ല, അങ്ങനെ അതിൻ്റെ ഇല അങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു കുടുംബത്തിന് മുഴുവൻ ഊണ് കഴിക്കാനുള്ള ഒറ്റ ഇലയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു വാഴ ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ നമുക്ക് ഊണ് കഴിക്കാം, ഓണം ആഘോഷിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വാഴയാണ്. അതുകൂടാതെ ഇവന് കുറച്ചധികം ഗുണങ്ങൾ കൂടിയുണ്ട്. ആ ഗുണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മണ്ണ് കുറവുള്ള ഇടങ്ങളിലും ഏത് പാറയിടുക്കിലും വളരാനുള്ള അസാമാന്യ കഴിവുണ്ട് കല്ലുവാഴയ്ക്ക്. ഇതിന്റെ വാഴപ്പഴത്തിൽ കാഴ്ചയിൽ കല്ലുപോലെ തോന്നിക്കുന്ന കറുത്ത വിത്തുകളും കാണപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി പ്രസാദം വിളമ്പാനും അന്നദാനം നടത്തുന്നതിനും കല്ലുവാഴയുടെ ഇലകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇന്നത്തെ കാലത്ത് വാഴപ്പഴത്തേക്കാൾ ഇലകൾക്ക് ഡിമാൻഡ് ഉള്ളതിനാൽ അത്തരത്തിൽ ഇവയെ കൃഷി ചെയ്യുന്നവരും ധാരാളമുണ്ട്. ചെടിച്ചുവട്ടിൽ നിന്ന് നേരെ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഇവയുടെ ഇലകൾക്ക് 12 അടി വരെ ഉയരമെത്തുമെന്നും പറയപ്പെടുന്നു. 3 മാസത്തിൽ ഒരു ഇല വെച്ചാണ് വളരുന്നത്. ഒരു ഇല മുറിച്ചെടുത്താൽ 25 പേർക്ക് സമൃദ്ധമായി സദ്യ ഉണ്ണാനും സാധിക്കും. ഇതൊക്കെ കണ്ട് ഇലകളുടെ വാണിജ്യ ആവശ്യത്തിനായി കല്ലുവാഴ വെച്ച് പിടിപ്പിക്കുന്നവർ കേരളത്തിൽ അനേകമാണ്. മറ്റു വാഴകളെ പോലെ കാര്യമായ പരിചരണമൊന്നും ഇതിന് വേണ്ട എന്ന കാര്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. പഴത്തിനുള്ളിൽ കാണപ്പെടുന്ന കറുത്ത അരികൾ പല രോഗങ്ങൾക്കുമുള്ള ഉത്തമ പ്രതിവിധിയുമാണ്. ഇതിന്റെ പഴം ഭക്ഷ്യയോഗ്യമാണെങ്കിലും പലരും ഇത് കഴിക്കാൻ താല്പര്യപ്പെടാത്തതിന്റെ കാരണം തന്നെ കല്ല് പോലുള്ള ഈ വിത്തുകളുടെ സാന്നിധ്യവുമാണ്. ഒരു പഴത്തിൽ ഏകദേശം 25 വിത്തുകൾ വരെ കാണപ്പെടുന്നു. ഈ വിത്തുകൾ പൊടിച്ച് ആട്ടിൻപാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രക്കല്ല്, അർശസ്, വെള്ളപ്പോക്ക് എന്നിവ മാറിക്കിട്ടും. 1 കിലോ വിത്തിന് വിപണിയിൽ 500 രൂപ വരെ വിലയുമുണ്ട്. ഇവയുടെ പോള മുറിച്ച് അതിൽ നിന്ന് ഊറി വരുന്ന പശ പോലെയുള്ള ദ്രാവകം പുരട്ടുന്നത് മുറിവുണക്കുവാൻ ഏറെ സഹായിക്കുന്ന ഒന്നുമാണ്. അത് മാത്രമല്ല, ഈ ദ്രാവകം പൊള്ളലിന് പറ്റിയ നല്ലൊരു മരുന്ന് കൂടിയാണ്. ഇവയുടെ ചുവട്ടിൽ നിന്ന് കന്നുകൾ പൊട്ടിമുളയ്ക്കാത്തതിനാൽ ഒരിക്കൽ കുലച്ചു കഴിഞ്ഞാൽ ആ വാഴയും ചുവടുമെല്ലാം നശിക്കുന്നു. പിന്നീട് വിത്തുകൾ മുളപ്പിച്ച് കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാവാത്തതിനാൽ സസ്യലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഒന്ന് തന്നെയാണ് കല്ലുവാഴകൾ. എന്നാൽ ഇവയുടെ പ്രാധാന്യം മനസ്സിലാക്കി കർഷകർ ഇവയെ കൃഷി ചെയ്തു തുടങ്ങിയാൽ മറ്റു വാഴകളേക്കാൾ ഇലകൾ വിറ്റ് തന്നെ നല്ല ലാഭവും ഉണ്ടാക്കുവാൻ സാധിക്കും.